വയോധികയെ മർദ്ദിച്ച് കാതറുത്ത് സ്വർണം കവർന്നു. കൊല്ലം കുന്നിക്കോട് ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ച് അവശയാക്കി കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊല്ലം കുന്നിക്കോട് പച്ചില വളവിൽ പുഷ്പവിലാസത്തിൽ 85 വയസ്സുള്ള ഹൈമവതിയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. വീട്ടിൽ ഹൈമവതി തനിച്ച് താമസിച്ചു വന്നിരുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഷ്ടാവ് വീടിന്റെ അടുക്കളയുടെ മേൽക്കൂരയിലുള്ള ആസ്ബറ്റോ ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്ത് കടന്നത്. തുടർന്ന് മയക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായും മൂക്കും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ശബ്ദിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി. മോഷ്ടാവ് ഹൈമവതിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും കാതിലുള്ള കമ്മൽ വലിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ ഇടത് കാത് കീറിമുറിഞ്ഞ് രക്തം വാർന്നു തുടങ്ങി. മോഷ്ടാവ് കൂടുതൽ സമയം ചെലവഴിക്കാതെ ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും കവർന്ന് വാതിൽ തുറന്ന് കടന്നു കളയുകയായിരുന്നു. രാത്രി 12 മണിക്കാണ് സംഭവം നടന്നത്. ഉറങ്ങിക്കിടന്നായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടോണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അപ്പോഴത്തേക്ക് കതവും പൊളിച്ച് ഒരാൾ ചാടി ഇങ്ങോട്ട് വന്നു. ഞാൻ വാ വെക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വായിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പെട്ടെന്ന് കയ്യും കഴുത്തേ കിടന്ന മാലയും പൊട്ടിച്ച് കാതിലെ ഇതിൽ നിന്ന് വലിച്ച് പറിച്ചു ഇതിൽ നിന്ന് ഊരി. ആ വലിച്ച് പറിച്ച നേരത്തിന് ഞാനങ്ങ് വീണപ്പം അയാൾ പറിച്ചുകൊണ്ട് ഓടി. അപ്പുറത്ത് വരുന്ന ടീപ്പോയിൻ്റെ പുറത്തുനിന്ന് ഫോണും എടുത്തോണ്ടാണ് പോയത്. ആ കതവ് രണ്ടും തുറന്ന് അങ്ങ് കിഴക്കോട്ട് പോയി. ഒരു 10-35 വയസ്സ് വരുന്ന ചെറുപ്പക്കാരനാ. ഒരു ഷർട്ടും ഒരു പാൻറ്റും ആണെന്ന് തോന്നുന്നു. നല്ലോണം എനിക്ക് ഓർമ്മയില്ല. പിന്നെ എല്ലാം അവിടെ നിന്നീച്ചപ്പോഴത്തേക്ക് അവനെ അങ്ങ് ഓടിപ്പോക്കളഞ്ഞു. ഞാൻ ഉറങ്ങിക്കിടന്നായിരുന്നു. എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഉറങ്ങിക്കിടന്ന് ഞാൻ സൗണ്ട് കേട്ട് എന്തോ ഒരു ശബ്ദം കേട്ടോണ്ട് എണീറ്റ് നോക്കിയതാ. നോക്കാൻ വന്നതാ. പക്ഷേ കതവ് തുറക്കുന്ന അവൻ തന്നെ കതവ് തുറന്ന് ചാടി. ആ മൂലയ്ക്കൂടെ ചാടി ഇറങ്ങിയതാ. അപ്പുറത്ത് അതിലെ കൂടെ ചാടിയതാണ്. കണ്ട അവിടെ പാത്രങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഹൈമവതിയുടെ പക്കലുള്ള മറ്റൊരു ഫോണിൽ നിന്ന് മക്കളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു. ഓടിക്കൂടി അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് ഹൈമവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന് 4 തുന്നിക്കെട്ടലുകളുണ്ട്. കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.